ഹലോ ഗൈസ്, എല്ലാവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വെറും 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? യെസ്, സത്യമാണ്. ഞാൻ ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞു തരട്ടെ. ഇവനാണ്. നിങ്ങളോട് പറയും ഏതെങ്കിലും 2 നമ്പേഴ്സ് തമ്മിലുള്ള അംശബന്ധം എഴുതാൻ. ഇവിടെ നിങ്ങൾ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള അംശബന്ധം, നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എഴുതണം. ഇവിടെ എന്താണ് നീളം? 6 ആണ്. വീതി എന്താണ്? 2 ആണ്. അപ്പൊ എന്തായിരിക്കും റേഷ്യോ? 6:2. ഓക്കെ, ഇങ്ങനെ മാത്രം എഴുതിയാൽ പോരാ. 2 നമ്പറിനെയും ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഇവിടെ ഓക്കെ, 6 ആയാലും 2 ആയാലും 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പൊ ഞാൻ 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നേ. അപ്പൊ എന്താ സംഭവിക്കുക? 6/2 എന്ന് പറയുന്നത് 3 ആണ്. 2/2 എന്ന് പറയുന്നത് 1 ആണ്. ദെൻ 3:1 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ വേറൊരു ടൈപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. നോക്കി, ഈ ഒരു ക്വസ്റ്റ്യനിലും നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എനിക്ക് കാണണം. എന്തായിരിക്കും? 4.5 ആണ് നീളം. ദെൻ അത് വീതി എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പൊ 4.5:1.5 ആണ്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതിയോ? പോരാട്ടോ. ഇവിടെ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ പോയിന്റ് ഒഴിവാക്കുക? ഇവിടെ ഓക്കെ, ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പറാണ്, ഇവിടെയും പോയിന്റിന് ശേഷം ഒരു നമ്പറാണ്. പോയിന്റിന് ശേഷം ഒരൊറ്റ നമ്പർ ആണ് ഉള്ളതെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഒഴിവായി കിട്ടും. അതായത് 4.5നെയും നമ്മൾ 10 കൊണ്ട് ഗുണിക്കുന്നു, ഇതിനെയും ഞാൻ 10 കൊണ്ട് ഗുണിക്കുന്നു. 4.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? 45 ആണ്. ദാറ്റ് ഈസ് ടു 1.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 15 ആണ്. ഇനി ഇതിനെ 2നെയും ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. 2നെ എനിക്ക് എന്തുകൊണ്ട് പറ്റും? 15 കൊണ്ട് പറ്റും. ദെൻ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45/15 എന്ന് പറയുന്നത് 3 ആണ്. ദെൻ 15/15 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് 3:1 ആയിരിക്കും എക്സാമ്പിൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാത്തുനിന്നോ, അടുത്ത വീഡിയോയിൽ കാണാം.